ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് തുടക്കമായി. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ലക്ഷ്യമിട്ടുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പ്രചാരണം ഊർജ്ജിതം. വോട്ടെടുപ്പ് ഈ മാസം 23-ന്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ആകെ കയറ്റുമതിയിൽ 4.22% വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ. 2027 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കേരളത്തിൽ പകൽ താപനില ഉയരുന്നു. അൾട്രാവയലറ്റ് സൂചിക ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മഹാരാഷ്ട്രയിലെ വാർധയിലുള്ള സേവാഗ്രാം ആശ്രമം സന്ദർശിക്കും. വാർധയിലെ മഹാത്മാഗാന്ധി ഇന്റർനാഷണൽ ഹിന്ദി സർവകലാശാലയുടെ 6ാമത് ബിരുദദാന ചടങ്ങിലും ശ്രീമതി മുർമു പങ്കെടുക്കും. 1936 മുതൽ 1948 വരെ മഹാത്മാഗാന്ധി സേവാഗ്രാം ആശ്രമത്തിൽ താമസിച്ചാണ് സ്വാതന്ത്ര്യ സമരകാലത്തെ തന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് തുടക്കമായി. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ലക്ഷ്യമിട്ട് 2023 പാസാക്കിയ നിയമം ഭേദഗതികളോടെ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സമ്മേളനം. ഇതിനായി സർക്കാർ 3 ഭേദഗതി ബില്ലുകളാണ് അവതരിപ്പിക്കുന്നത്. ഭരണഘടന 131 ഭേദഗതി ബിൽ 2026, കേന്ദ്രഭരണ പ്രദേശ നിയമങ്ങൾ ഭേദഗതി ബിൽ 2026, ഡീലിമിറ്റേഷൻ ബിൽ 2026 എന്നിവയാണ് അവ. ഇതിൽ ഭരണഘടനയുടെ 131 ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നതിനെ 207 അംഗങ്ങൾ അനുകൂലിച്ചും 126 പേർ എതിർത്തും വോട്ട് ചെയ്തു. വനിതാ സംവരണ ഭേദഗതി ബിൽ അവതരണത്തിലേക്ക് കടന്നപ്പോൾ കോൺഗ്രസ് അംഗം KC വേണുഗോപാൽ ഈ നീക്കത്തെ എതിർക്കുകയായിരുന്നു. രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ ഈ ബില്ലുകൾ ദുർബലപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബിൽ അവതരിപ്പിക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങൾ മാത്രമേ ഉന്നയിക്കാൻ സാധിക്കൂ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകി. ബില്ലിന്മേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് മറുപടി നൽകും. വിഖ്യാത ഗായിക ആശാ ഭോസ്ലേക്ക് ലോക്സഭ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അതേസമയം രാജ്യസഭയിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഉൾപ്പെടെ 10ഓളം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ജാതി സെൻസസിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലോക്സഭയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. सदन की कार्यवाही को पूरा देश देख रहा है. मैं पूरे सदन के माध्यम से देश की जनता को बताना चाहता हूं, जनगणना का काम शुरू हो चुका है. सरकार ने जाति की जनगणना करने का निर्णय ले चुकी है और जाति के साथ ही ये जनगणना हो रही है. ഇന്ത്യ ഓസ്ട്രിയ ഉഭയകക്ഷി സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്ത്യൻ സ്റ്റോക്കറുടെ ഇന്ത്യ സന്ദർശനം സഹായകരമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഓസ്ട്രിയൻ ചാൻസലറോടൊപ്പം നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിന് ശേഷം അടിസ്ഥാന സൌകര്യ വികസനം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ സഹകരണം ശക്തിപ്പെട്ടതായും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പ്രചാരണം ഊർജ്ജിതം. BJP നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് പശ്ചിമ ബംഗാളിൽ പ്രചാരണത്തിൽ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ സേലം ജില്ലയിലാണ് പ്രചാരണം നടത്തിയത്. ഇരു സംസ്ഥാനങ്ങളിലും ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിൽ 2ാം ഘട്ട പോളിംഗ് 29-നാണ്. ഛത്തീസ്ഗഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഉന്നതതല സമിതി രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായിയുടെ അധ്യക്ഷതയിൽ റായ്പൂരിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. റിട്ടയർഡ് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി സമിതിയെ നയിക്കും. ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 8 തീർത്ഥാടകർ മരിച്ചു. ചിലകല ഡോണ ഗ്രാമത്തിന് സമീപമായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ടാങ്കറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം നൽകും.
കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആകെ കയറ്റുമതിയിൽ 4.22% വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ. ഇതോടെ ഏകദേശം $860 ബില്യൺ നേട്ടമാണ് കൈവരിക്കാനായത്. അതേസമയം ഇറക്കുമതി 6.5% വർദ്ധിച്ച് $979 ബില്യൺ എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. പരിപാടിയുടെ 133-ാം പതിപ്പാണ് ഇത്. 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറം വഴി ഓൺലൈനായോ ജനങ്ങൾക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. 2027 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇന്നു മുതൽ മെയ് 15 വരെയുള്ള 30 ദിവസമാണ് ഫീൽഡ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 2027 സെൻസസിന്റെ ആദ്യഘട്ട ഫീൽഡ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗോവ, കർണാടക, ലക്ഷദ്വീപ്, മിസോറാം, ഒഡീഷ, സിക്കിം എന്നിവിടങ്ങളിലും ദേശീയ തലസ്ഥാനമായ NDMC, ഡൽഹി കന്റോൺമെന്റ് ബോർഡ് പ്രദേശങ്ങളിലും വീട് പട്ടികപ്പെടുത്തലിനും ഭവന സെൻസസിനും ഇന്ന് തുടക്കമായി. സെൻസസിന്റെ ആദ്യഘട്ടത്തിൽ രാജ്യത്ത് ഇതുവരെ 5,72,000-ത്തിലധികം കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം പ്രയോജനപ്പെടുത്തി. കർണാടക, ഗോവ, ലക്ഷദ്വീപ് ഉൾപ്പെടെ 11 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് സെൽഫ് എന്യൂമറേഷൻ നടന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇറാന്റെ തുറമുഖങ്ങളിൽ അമേരിക്ക നാവിക ഉപരോധം കർശനമാക്കി. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈനിക നീക്കം തുടരുകയാണ്. അതേസമയം ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാറായെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സമാധാന കരാറിൽ ഏർപ്പെടാൻ ടെഹ്റാനിലെ അധികൃതർ സമ്മതിക്കുമെന്നും ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. അതേസമയം വെടിനിർത്തൽ കാലാവധി നീട്ടാൻ അമേരിക്ക ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് തള്ളി. ശാശ്വത കരാറിലെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന കളിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയൻസിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കേരളത്തിൽ പകൽ താപനില ഉയരുന്നു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 229 പോയിന്റ് ഉയർന്ന് 78,341-ലും നിഫ്റ്റി 66 പോയിന്റ് നേട്ടത്തിൽ 24,297-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 14,260 രൂപയും പവന് 160 രൂപ ഉയർന്ന് 1,14,080 രൂപയുമാണ് ഇന്നത്തെ വില. റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് നൽകിയിരുന്ന ഉപരോധ ഇളവുകൾ ദീർഘിപ്പിക്കില്ലെന്ന് അമേരിക്ക. മുൻ ഇളവുകളുടെ അടിസ്ഥാനത്തിൽ മാർച്ച് 11-ന് മുൻപ് തന്നെ എണ്ണ ഇറക്കുമതി നടത്തിയതായും ഈ ഇളവുകൾ കാലഹരണപ്പെട്ടതായും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളെക്കുറിച്ചും അത് ആഗോള ഊർജ്ജ വിപണിയെയും വിതരണ ശൃംഖലയെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാൻ നയതന്ത്ര പരിഹാരങ്ങൾ ആവശ്യമാണെന്ന് അമീർ അഭിപ്രായപ്പെട്ടു. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30-ന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ബ്രിട്ടൻ പ്രഖ്യാപിച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ സഹായ പാക്കേജിൽ നിന്നുള്ള ആദ്യഘട്ട ഡ്രോണുകൾ യുക്രൈനിൽ എത്തിത്തുടങ്ങി. യുക്രൈനിയൻ പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് തുടക്കമായി. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ലക്ഷ്യമിട്ടുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പ്രചാരണം ഊർജ്ജിതം. വോട്ടെടുപ്പ് ഈ മാസം 23-ന്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ആകെ കയറ്റുമതിയിൽ 4.22% വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ. 2027 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കേരളത്തിൽ പകൽ താപനില ഉയരുന്നു. അൾട്രാവയലറ്റ് സൂചിക ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.